രാഘവപുരം ഗ്രാമത്തിൽ ശാന്തി എന്നും മാലിനി എന്നും പേരുള്ള രണ്ടു സഹോദരിമാരുണ്ടായിരുന്നു. ഗോപയ്യയുടെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് ശാന്തി. മാലിനി രണ്ടാം ഭാര്യയുള്ള മകളും. രണ്ടു ഭാര്യമാരുടെയും മരണശേഷം ഗോപയ്യ കൂലിപ്പണി ചെയ്താണ് കുട്ടികളെ നോക്കിയിരുന്നത്. ശാന്തി പ്രായത്തിൽ മൂത്തവളായതുകൊണ്ട് മാലിനിയുടെ എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ശാന്തിയാണ്. മോളെ ശാന്തി, ഞാൻ പണിക്ക് പോവാണ്. വൈകിട്ടേ മടങ്ങി വരൂ. നീ സൂക്ഷിക്കണേ. മാലിന്യയുടെ കാര്യം നീ വേണം നോക്കാൻ. പുറത്ത് നല്ല വെയിലാണ്. വെയിലടിച്ചു വല്ല അസുഖവും വന്നാൽ ബുദ്ധിമുട്ടാവും. അച്ഛാ, മാലിനിയുടെ കാര്യമോർത്ത് വിഷമിക്കണ്ട. ഞാനില്ലേ, ഞാൻ അവളെ നോക്കിക്കൊള്ളാം. ഞാൻ അവളെ പുറത്തു വിടില്ല. അച്ഛൻ ടെൻഷൻ അടിക്കാതെ ജോലിക്ക് പോയിട്ട് സേഫായി തിരിച്ചു വാ. നമ്മൾ പാവങ്ങളാണ്. നമ്മുടെ കയ്യിൽ ഒട്ടും പണമില്ല. ഈ വീട് അരിച്ചു പറക്കിയാൽ 1-2 രൂപയിൽ കൂടുതൽ കിട്ടില്ല. അതുകൊണ്ട് ഈ സമയത്ത് നിങ്ങൾക്ക് വല്ലതും പറ്റിയാൽ അച്ഛൻ ഒന്നും ചെയ്യാനാവില്ല. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കൊള്ളാം. ഞങ്ങൾക്കൊന്നും സംഭവിക്കില്ല അച്ഛാ. ഞങ്ങൾ വീടിനകത്ത് തന്നെ ഇരുന്നോളാം. അച്ഛൻ പേടിക്കണ്ട. ഞാൻ സേഫായി ഇരുന്നോളാം. ഇപ്പോൾ അച്ഛനല്ലേ വെയിലത്ത് ജോലി ചെയ്യാൻ പോകുന്നത്. അച്ഛൻ വെയിൽ കൊള്ളാതിരിക്കാൻ തലയിലൊരു ടവലിടാൻ മറക്കണ്ട. ശരി മോളെ, സൂക്ഷിക്കണേ. ഇങ്ങനെ പറഞ്ഞിട്ട് ഗോപയ്യ ടിഫിൻ ബോക്സ് ഒക്കെ എടുത്ത് ജോലിസ്ഥലത്തേക്ക് പോകുന്നു. ശാന്തിയും മാലിനിയും വീട്ടിൽ തന്നെയാണ്. മാലിനി പുറത്ത് കളിക്കുന്ന കുറച്ച് കുട്ടികളെ ജനലിലൂടെ കാണുന്നു. അവൾക്ക് പുറത്ത് കളിക്കണമെന്ന് തോന്നുന്നു. പുറത്തേക്ക് പോകാനായി വാതിലിനടുത്തേക്ക് പോകുന്നു. പക്ഷേ ശാന്തി അവളെ തടഞ്ഞുകൊണ്ട് വാതിൽ തുറക്കാൻ സമ്മതിക്കുന്നില്ല. എനിക്ക് പുറത്തു കളിക്കാൻ പോകണം, എന്നെ വിട്. അച്ഛൻ ജോലിക്ക് പോയപ്പോൾ പറഞ്ഞതൊക്കെ നീ മറന്നുപോയോ? അച്ഛൻ കളിക്കണ്ട എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ കളിക്കാൻ പോകുക. നിനക്കെന്താ? അച്ഛൻ അടിച്ചാലും എന്നെയല്ലേ അടിക്കുക, എന്നെയല്ലേ വഴക്ക് പറയുക. അതിന് നിനക്കെന്താ? എനിക്ക് പുറത്തു പോകണം. നിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും അച്ഛൻ എനിക്കാണ് തന്നിരിക്കുന്നത്. നീ പുറത്തു പോയാൽ വൈകിട്ട് അച്ഛൻ വരുമ്പോൾ എന്നെയാണ് തല്ലുക, എന്നെയാണ് വഴക്കു പറയുക. ഇത് കേട്ട് മാലിനി ഇങ്ങനെ ഓർക്കുന്നു. എനിക്കോ അത് തന്നെയാണ് വേണ്ടത്. ഞാൻ കാരണം അച്ഛൻ നിന്നെ തല്ലണം, വഴക്കു പറയണം. അപ്പോഴേ എനിക്ക് സന്തോഷമാകൂ. ഇപ്പോൾ നീ പുറത്തു പോകേണ്ട. നല്ല വെയിലാണ്, നല്ല ചൂടുണ്ടാവും. നോക്ക്, നിന്നെപ്പോലെ തന്നെ ഞാനും അച്ഛന്റെ മകൾ തന്നെയാണ്. ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും. ഞാൻ നിന്നേക്കാൾ മൂത്തതാണ്, നിന്റെ ചേച്ചിയാണ്. ഞാൻ പറയുന്നത് അനുസരിക്കും മോളെ. അനുസരിച്ചില്ലെങ്കിൽ എന്തു ചെയ്യാൻ? ജോലി കഴിഞ്ഞ് രാത്രി അച്ഛൻ വീട്ടിൽ വരുമ്പോൾ നിന്നെക്കുറിച്ച് ചോദിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞത് അനുസരിക്കാതെ നീ പുറത്തുപോയി കളിച്ചു എന്ന് ഞാൻ പറയും. നീ അച്ഛന്റെ ഓമനയല്ലേ. നീ എന്തു പറഞ്ഞാലും അച്ഛനത് വിശ്വസിക്കും. അച്ഛൻ എന്നെ മാത്രമേ അടിക്കൂ, വഴക്കും പറയൂ. നിനക്കറിയാമല്ലോ. പിന്നെ എന്തിനാ പുറത്തു പോകാൻ വേണ്ടി വാശി പിടിക്കുന്നത്? അപ്പോ മാലിനിയുടെ മനസ്സിൽ ഒരു ചെറിയ ഐഡിയ വരുന്നു. അവൾ മനസ്സിൽ ഇങ്ങനെ ഓർക്കുന്നു. ഇവൾ എന്നേക്കാൾ മൂത്തവളായതുകൊണ്ട് ഇവളെ അടിക്കാൻ പറ്റില്ല, വഴക്കു പറയാൻ പറ്റില്ല. പക്ഷേ ഇവളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. ഇവളെ ഒരു പാഠം പഠിപ്പിക്കണം. വെറുതെ വിടാൻ പറ്റില്ല. അപ്പൊ അവൾക്ക് വഴക്കും എനിക്ക് സന്തോഷവും കിട്ടും. മാലിനി ഇങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മിണ്ടാതെ നിൽക്കുന്ന അനിയത്തിയോട് ശാന്തി ഇങ്ങനെ ചോദിക്കുന്നു. മാലിനി, നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല ചേച്ചി. നീ എന്നെ ചേച്ചി എന്ന് വിളിച്ചോ? മാലിനി? അതെ ചേച്ചി, ഞാൻ തന്നെയാ വിളിച്ചത്. ഞാൻ വെയിലത്ത് കളിക്കാൻ പാടില്ലെങ്കിൽ ഞാൻ പറയുന്നത് ചേച്ചി കേൾക്കണം. നിനക്ക് വേണ്ടി ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്താ പറ. അങ്ങനെയെങ്കിൽ ഞാൻ പറയുന്നത് വരെ വെയിലത്ത് ആ പാറയുടെ മുകളിൽ ചെരുപ്പില്ലാതെ നിൽക്കണം. പറ്റുമോ? ഇത് കേട്ട് ശാന്തി ഒന്ന് ആലോചിക്കുന്നു. പുറത്ത് നല്ല വെയിലാണ്. ആ പാറയ്ക്കും നല്ല ചൂടായിരിക്കും. അതിന്റെ മുകളിൽ നിന്നാൽ കാല് പൊള്ളിപ്പോകും. എന്നാലും സാരമില്ല. മാലിനിക്ക് ഒന്നും സംഭവിക്കരുത്. എനിക്കെന്ത് പറ്റിയാലും സാരമില്ല. ഇവളെ നന്നായി നോക്കണം. അച്ഛൻ ഇവളെ നോക്കാൻ എന്നോടാണ് പറഞ്ഞത്. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരുന്ന ശാന്തിയെ നോക്കി മാലിനി ഇങ്ങനെ പറയുന്നു. എന്താ ചേച്ചി? വെയിൽ, പാറ, ഇതൊക്കെ ഓർത്ത് ചേച്ചിയും പേടിച്ചു പോയോ? വെയിലാണേലും മഴയാണേലും എനിക്ക് പ്രശ്നമില്ല. ഞാൻ പുറത്തു പോകും. പക്ഷെ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ചേച്ചി തയ്യാറല്ല അല്ലേ? എനിക്കറിയാം. ഇങ്ങനെ പറഞ്ഞ് മാലിനി ശാന്തിയെ ചൊടിപ്പിക്കുന്നു. അപ്പോൾ ശാന്തി ഒന്നും മിണ്ടാതെ ഒന്നും ആലോചിക്കാതെ വീട്ടിൽ നിന്ന് പുറത്തു വന്ന് ആ പാറയുടെ മുകളിൽ കയറി ചെരുപ്പില്ലാതെ നിൽക്കുന്നു.
ഇത് കണ്ട മാലിനിക്ക് ചിരി അടക്കാനായില്ല. ഞാൻ പറയുന്നത് വരെ അങ്ങനെ തന്നെ നിൽക്ക്. ഞാൻ വീട്ടിലിരുന്ന് വിശ്രമിക്കട്ടെ. നീ വെയിലത്ത് നിൽക്ക്. നിന്റെ കാല് പൊള്ളി പോകട്ടെ. മാലിനിക്ക് വലിയ സന്തോഷമായി. ഉച്ചയ്ക്കുള്ള അതിശക്തമായ വെയിലിൽ നിൽക്കുകയാണ് ശാന്തി. കല്ലിനും നല്ല ചൂടുണ്ട്. മുകളിൽ നിന്ന് വെയിൽ, താഴെ നിന്ന് ചൂട്. അങ്ങനെ അവൾ 1 മണിക്കൂർ നിൽക്കുന്നു. വെയിൽ കൊണ്ട് അവൾ വല്ലാതെ ക്ഷീണിച്ചുപോയി. വായും തൊണ്ടയുമെല്ലാം വരണ്ടുപോയി. അവൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. വളരെ ബുദ്ധിമുട്ടി അവിടെ നിൽക്കാൻ നോക്കിയെങ്കിലും ക്ഷീണം കാരണം നിലത്ത് വീഴുന്നു. അത് കണ്ട് മാലിനി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. എന്നോട് പുറത്തു പോകണ്ട എന്ന് പറഞ്ഞതല്ലേ, ഇപ്പൊ എന്തു പറ്റി? നീ ഇനി കട്ടിലിൽ കിടക്ക്. ഞാൻ പുറത്ത് കളിക്കാൻ പോകട്ടെ. എന്നോട് മത്സരിക്കാൻ നിൽക്കല്ലേ. അങ്ങനെ പറഞ്ഞിട്ട് മാലിനി കളിക്കാൻ പോകുന്നു. ശാലിനി കണ്ണു തുറന്നത് അടുത്ത ദിവസം രാവിലെയാണ്. അവൾ നോക്കുമ്പോൾ അവൾ കട്ടിലിൽ കിടക്കുകയാണ്. അടുത്തുനിന്ന് ഗോപയ്യ കരയുന്നുണ്ട്. സന്തോഷത്തോടെ നിൽക്കുന്ന മാലിനിയെയും കാണാം. കട്ടിലിൽ കിടക്കുന്ന ശാന്തിയുടെ കാല് പൊള്ളിയത് കാരണം നല്ലവണ്ണം ചുവന്നിരിക്കുന്നുണ്ട്. അവൾക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റുന്നില്ല. എന്തിനാ അച്ഛാ കരയുന്നത്? എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ലല്ലോ. കുറച്ചു ദിവസം റെസ്റ്റ് ചെയ്താൽ എല്ലാം ശരിയാകും. എനിക്ക് വേദനയൊന്നുമില്ല അച്ഛാ. നിന്റെ അനിയത്തിയെ നോക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു. പക്ഷെ സ്വയം മുറിവുണ്ടാക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ആ കല്ലിന്റെ മുകളിൽ കയറി നിന്നാൽ അവൾ പുറത്തു പോകില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ കല്ലിന്റെ മുകളിൽ കയറി നിന്നത്. ശരി, നീ സൂക്ഷിച്ചിരിക്കെ. ഞാൻ ജോലിക്കായി പോവുകയാണ്. മോളെ മാലിനി, നീ ചേച്ചിയെ നന്നായി നോക്കണേ. ശരി അച്ഛാ, ഞാൻ നോക്കിക്കൊള്ളാം. അച്ഛൻ പേടിക്കാതെ പൊക്കോ. ഇത് കേട്ട ഗോപയ്യ തന്റെ ജോലിക്കായി പോകുന്നു. ശാന്തി ഉറങ്ങിപ്പോകുന്നു. അപ്പോൾ മാലിനി വളരെ സ്പീഡിൽ അടുക്കളയിലേക്ക് പോയി അവിടെ നിന്നും മുളകുപൊടിയുടെ പാത്രവുമായി വന്ന് കട്ടിലിന് ചുറ്റും മുളകുപൊടി വിതറുന്നു. ഞാൻ നിന്നെ നോക്കണമല്ലേ? എന്റെ നോട്ടം എങ്ങനെയുണ്ട്? 10 മിനിറ്റ് കഴിഞ്ഞ് ശാന്തി കണ്ണു തുറന്ന് നോക്കുന്നു. റൂമിലുണ്ടായിരുന്ന മുളകുപൊടിയുടെ മണം സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ അവിടെ കിടന്നുകൊണ്ട് ചുമയ്ക്കാൻ തുടങ്ങുന്നു. മാലിനി, മാലിനി, ഈ മണം എവിടുന്നാണ് മാലിനി? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കട്ടിലിന് ചുറ്റും നോക്കുന്നു. അപ്പോഴാണ് മുളകുപൊടി അവൾ കാണുന്നത്. ഇതെന്താ? ഇവൾ കട്ടിലിന് ചുറ്റും മുളകുപൊടി ഇട്ടല്ലോ. ഇവൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ല. അവളെ നേരെയാക്കാൻ വേണ്ടി ഒന്ന് വഴക്ക് പറഞ്ഞാൽ എനിക്ക് അമ്മ ഇല്ലാത്ത കൊണ്ട് വഴക്ക് പറയുമല്ലേ എന്നവൾ പറയും. ഇങ്ങനത്തെ തല്ലുകൊള്ളിത്തരം കാണിച്ചാൽ ഞാൻ എന്തു ചെയ്യും? അവൾ വല്ലാത്ത വിഷമത്തിൽ കിടക്കുന്നു. മാലിനി ശാന്തിയുടെ കരച്ചിൽ കേൾക്കാൻ വേണ്ടി വാതിലിനടുത്ത് വന്ന് നിൽക്കുന്നു. മാലിനി, മാലിനി, വാതിൽ തുറക്ക് മാലിനി. എനിക്ക് ശ്വാസം മുട്ടുന്നു. ശാന്തിയുടെ ചുമയും കരച്ചിലും കേട്ട് മാലിനി ചിരിച്ചുകൊണ്ട് വാതിലിനടുത്ത് നിൽക്കുന്നു. ആ മുളകുപൊടി കാരണം നീ ചുമച്ച് ചുമച്ച് ചത്തുപോകണം. എങ്കിലേ എനിക്ക് കുറച്ച് സ്വാതന്ത്ര്യം കിട്ടൂ. എത്ര ബഹളം ഉണ്ടാക്കിയിട്ടും മാലിനി കതകു തുറക്കുന്നില്ല. ശാന്തി കരഞ്ഞുകൊണ്ടിരിക്കുന്നു. മാലിനി, എനിക്ക് ടോയ്ലറ്റിൽ പോകണം. വാതിൽ തുറക്ക്, തുറക്ക്. എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. പുറത്തു വന്നാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല. നീ എവിടെയാ? കതകിനടുത്ത് നിൽക്കുന്ന മാലിനി ഇത് കേട്ടിട്ട് ഇങ്ങനെ പറയുന്നു. എന്റെ പൊന്നു ചേച്ചി, ഒന്ന് കേൾക്ക്. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. എനിക്കെല്ലാം കേൾക്കാം. കൂടുതൽ ഡയലോഗ് അടിച്ചാൽ നിനക്ക് തന്നെയാണ് പ്രശ്നം. ആ മുളകുപൊടിയുടെ മണം കാരണം നീ മരിച്ചു പോവും. എന്തിനാണ് നീ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ ഒരിക്കൽ പോലും നിന്നെ അടിച്ചിട്ടില്ല, നിന്നെ വഴക്കും പറഞ്ഞിട്ടില്ല. അനിയത്തി അനിയത്തി എന്ന് വിളിച്ച് ഇത്ര ഞാൻ സ്നേഹിച്ചു. എനിക്ക് ഒരിക്കൽ പോലും നിങ്ങളുടെ സ്നേഹം ഫീൽ ചെയ്തിട്ടില്ല. എപ്പോഴും എന്നോട് ദേഷ്യപ്പെടാറേ ഉള്ളൂ. അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് കൊല്ലാൻ തോന്നാറുണ്ട്. അച്ഛൻ എപ്പോഴും നിന്റെ സൈഡാണല്ലോ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിൽ കൈ കൂപ്പുവാണ്. എനിക്ക് ടോയ്ലറ്റിൽ പോകണം. ദയവായി വാതിൽ തുറക്ക് പ്ലീസ്. എന്റെ മുന്നിൽ കൈ കൂപ്പി നിൽക്ക്. എന്റെ കാല് പിടിക്ക്. അങ്ങനെയാണെങ്കിൽ നിന്നെ വെറുതെ വിടാം. ഇല്ലെങ്കിൽ എല്ലാം കട്ടിലിൽ തന്നെ ചെയ്ത് അവിടെ കിടന്ന് മരിച്ചോ. ഞാൻ നിന്റെ കാല് പിടിക്കാം. ദയവായി വാതിൽ തുറക്ക്.
ശാന്തിയുടെ അവസ്ഥ കണ്ട് മാലിനി വല്ലാതെ സന്തോഷിക്കുന്നു. അവൾ ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. വേറെ മാർഗമില്ലാതെ മാലിനി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് കാല് നിലത്ത് വെക്കുന്നു. പക്ഷെ അത് മുളകുപൊടിക്കകത്ത് ആയതിനാൽ കാൽ നീറാൻ തുടങ്ങുന്നു. പാവം അവൾ കരഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അമ്മേ, കാല് നീറുന്നു. ശാന്തി ചുറ്റുപാടും നോക്കുന്നു. എല്ലായിടത്തും മുളകുപൊടി കിടക്കുന്നത് അവൾ കാണുന്നു. നീറുന്ന കാലം വെച്ച് കരഞ്ഞു വിളിച്ചെങ്കിലും മാലിനി വാതിൽ തുറക്കുന്നില്ല. ശാന്തി കരഞ്ഞു തളർന്ന് അവിടെ വീഴുന്നു. തുടർന്ന് എന്തുണ്ടായി എന്ന് അടുത്ത ഭാഗത്തിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.